ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത്തവണ അനീഷിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണ് തോന്നിയത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പറയും നല്ല രീതിയിൽ തന്നെ അനീഷ് ക്യാപ്റ്റൻസി പദം നടത്തി എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. കാര്യം അനീഷ് പലയിടത്തും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചു. അനീഷിനോട് ചിലരൊക്കെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് തളർത്തിയിടാൻ ശ്രമിച്ചെന്ന പേരിലും ഒരിടത്തും തളർന്നു പോകാതെ തന്നെ അനീഷ് മുന്നോട്ട് വന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇപ്പൊ ആദില നൂറ് അവരുടെ ആ സംഭവമായാലും എനിക്ക് തോന്നുന്നത് അനീഷ് അവരുടെ വീട്ടുകാരെയും എല്ലാരെയും കൂടെ ഒരുമിപ്പിക്കാനും വേണ്ടിയാണ് നോക്കിയെന്നുള്ളതാണ് അവിടുത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാ ബോധ്യപ്പെട്ടതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാര്യം ആദില പറയുന്നുണ്ട് അതിലേക്ക് അച്ഛനോട് കയറുവാണ് അമ്മയോട് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. പക്ഷെ നൂറയ്ക്ക് അവിടെ അമ്മയോട് കയറുവാണ് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംസാരമാണ് അവിടെ അനീഷ് സംസാരിച്ചത്. അതിനുള്ള തുടക്കമാണ് കുറിച്ചത്. പക്ഷെങ്കിൽ എല്ലാവരും കൂടെ അത് വട്ടം കറക്കി വേറെ രീതിയിലാക്കി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നി ഇന്നലെ ലാൽ സാർ വന്നിട്ടും പുള്ളിക്കും ഇത് തന്നെയാണ് തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടായേനെ. പക്ഷെ അനീഷ് ഓരോ കാര്യങ്ങളും മറ്റുള്ളവർ പറയുമ്പോൾ അനീഷ് പറഞ്ഞ കാര്യം പറഞ്ഞു എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട്. ഒരിടത്ത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് പറയുന്നില്ല. കാര്യം എല്ലാവരും നോമിനേഷനിൽ വന്നപ്പോൾ അനീഷ് വരാതിരുന്നപ്പം അനീഷിനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി. അന്നേരം എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു എന്നുള്ളത് അനീഷ് അവിടെ പറയുന്നുണ്ട്. അത് കാരണമാണ് അനീഷ് പറഞ്ഞ് നിങ്ങളെ എവിടുന്ന് പോയാലും ഞാൻ എൻ്റെ വീട്ടിലോട്ടോ ആ ദേശത്തോട്ടോ അടുപ്പിക്കത്തില്ല എന്ന് അനീഷ് പറഞ്ഞു എന്ന് പറയുന്നു. അനീഷും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാ. കാര്യം ഒരു കൈയകലം മാറ്റി ഞാൻ നിർത്തി. ഇവരുടെയൊക്കെ സ്നേഹം വെറുതെയാണെന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ പറഞ്ഞ കാര്യം പറഞ്ഞു എന്ന് തന്നെ വെച്ച് പറയുന്നുണ്ട്. അനുമോളൊക്കെ ആയാലും പലതും പറഞ്ഞ് ഇങ്ങനെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം പിടിച്ചു തന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഈ അഭിലാഷിന്റെ കാര്യം കേട്ടോ. അഭിലാഷ് എനിക്ക് തോന്നുന്നു റോക്കിക്ക് പഠിക്കുവാണെന്നാ തോന്നി. അഭിലാഷ് അവിടെ കുറച്ച് റൗഡിത്തരം തന്നെയാണ് കാണിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ്. ഇന്നലത്തെ ഒരു എപ്പിസോഡിലായാലും കണ്ടില്ലേ, ലാൽ സാറ് വന്ന് കുറച്ച് സമയം ബ്രേക്കിന് മാറിയപ്പോഴത്തേനും അനീഷിന്റെ നേരെ ചെല്ലല് കണ്ടോ. അടിച്ച് താഴെ ഇടുന്ന മട്ടിലാണ് അവിടെ അഭിലാഷ് ചെല്ലുന്നത്. അതൊന്നും അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത് കണ്ടപ്പോൾ ശരിക്കും റോക്കിയാണ് ഓർമ്മ വന്നത് കേട്ടോ. ആ രീതിയിലാണ് അവിടെ അഭിലാഷ് മുന്നോട്ട് പോകുന്നത്. അഭിലാഷിനെ എനിക്ക് അത്ര ബോധ്യപ്പെട്ടില്ല. ഓരോ സീസൺ നോക്കിയാലും അറിയാം. ഇവിടെ ഈ സീസണിൽ രേണു സുധിയെയും അതുപോലെ തന്നെ അനീഷിനെ ഇവരെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഇതുപോലെയായിരുന്നു ജിൻഡോയെ ഒറ്റപ്പെടുത്താൻ നോക്കി. ജിൻഡോയ്ക്ക് എല്ലാവരും വോട്ട് കൊടുത്തു. ജിൻഡോയെ വിജയിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ അതുപോലെ തന്നെയാണ് അനീഷിനെയും രേണുസുധിയെ ഇവർ ഒറ്റപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഇവർക്കെല്ലാം അറിയാം രേണുസുധിക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും കുറ്റപ്പെടുത്തി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് രേണുസുധി. എവിടെ നോക്കിയാലും കുറ്റങ്ങളെ ഉള്ളായിരുന്നു. കാര്യം രേണു ഒരു വിധവയാണ്. വിധവയായിട്ട് തന്നെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമിൽ പോകുന്നതിന് വേണ്ടി ഓരോരുത്തരും പറഞ്ഞു സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നതാണ് രേണുസുധിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഇവര് രേണുവിനെ അടിച്ചമർത്താനാകുന്നെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ രേണുവിനെ പറഞ്ഞ ഒരു വാക്ക് എന്താ സെഫ്റ്റി ടാങ്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉപമിച്ചത് സെഫ്റ്റി ടാങ്കിനോടാണ്. എന്ത് മോശപ്പെട്ട രീതിയിലാണ് അവിടെ അക്ബർ പറഞ്ഞത്. ഇതൊന്നും ശരിയായിട്ടുള്ള ഇതല്ല. രേണു തിരിച്ചതിന് പറഞ്ഞു വേട്ടപ്പട്ടിയായിട്ടാണ് അക്ബറിനെ എന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഇത് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല സേഫ്റ്റി ടാങ്കായിട്ട് ഉപമിച്ചത്. അങ്ങനെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് ഈ രണ്ട് വ്യക്തികളെ. നമുക്കറിയാം ആരായിരിക്കും വിജയിയായിട്ട് വരുന്നതെന്നുള്ളത്. എന്തായാലും എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ പറയും ശരിക്കും ഈ ആഴ്ചയിൽ ഇവിടെ അനീഷിന്റെ ക്യാപ്റ്റൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഇവിടെ ഒത്തിരി അക്ബറിനെ ആയാലും പാട്ടിലൊക്കെ സ്റ്റാർ സിംഗറിലൊക്കെ ഇങ്ങനെ പാടി കേട്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ അക്ബറിന്റെ ഇവിടുത്തെ സംസാര രീതിയൊക്കെ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. കാര്യം ഓരോ രീതിയിലും ഒറ്റ വാക്ക് രേണുവിനോട് പറഞ്ഞത് തന്നെ നോക്കിക്കോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അക്ബറിന്റെ ഏതാണ് നിലപാടെന്നുള്ളത്. സ്ത്രീകളെ അപമാനിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വാക്കും അവിടെ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്നെ അപമാനിക്കാനാണ് അക്ബറാണ് അവിടെ പറയുന്നത് സ്ത്രീകളെ ബഹുമാനിക്കണമെന്നുള്ളത് അവിടെ പറയുന്ന ഒരു വാക്കും കേട്ടു. പക്ഷെങ്കിൽ എന്തായാലും നമുക്ക് കണ്ടറിയാം. അടുത്ത ആഴ്ച ഇനി ഷാനവാസാണ് ക്യാപ്റ്റൻ. ഏത് രീതിയിൽ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീണ്ടും നിങ്ങൾ കാണുക. നിങ്ങൾ ആർക്കാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഏതായാലും ഞാൻ ഇതിലിപ്പം ആരെയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല. ഉള്ളതുപോലെ തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.